ഒപ്പിച്ചു തന്നത് വിഷ്ണുവാണ്. കൂട്ടത്തിൽ ഏറ്റവും നല്ല രസമുള്ള സ്റ്റോറി ആയിരുന്നു അല്ലേ? നമ്മൾ കുറെ കാലം കഴിഞ്ഞാലും മറന്നുപോകില്ല. എടാ ഒരു ഇത് കൊടുക്കും. നീ പെടക്കോഴിനെ ഒപ്പിച്ചു കൊടുത്താളല്ലേ? നിന്റെ കഥ ഞാൻ മറക്കൂല. നീ കൊള്ളാം. ഹായ് ഹലോ, ഞങ്ങളുടെ MA കോളേജിൽ ഐ നോബഡി മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ ടീം വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഇവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ ഗിഫ്റ്റ്. അങ്ങനെ 2 പേർക്കും 2 ഗിഫ്റ്റ് കിട്ടി. എൻ്റെ ലൈഫിൽ നോബഡി ആയിരുന്ന ഒരാള് ഒരു കോഴി കാരണം ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയ സ്റ്റോറി ആയിരുന്നു ഞാൻ അവിടെ പറഞ്ഞത്. ഇല്ലാണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. ഞാൻ ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് പോകും. പുതിയ സ്കൂളിൽ ചേരാൻ പോയപ്പോൾ ഫ്രണ്ട്സ് ഉള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ PG ചേരാൻ വേണ്ടിയിട്ട് ഇവിടെ MA കോളേജിലോട്ട് വന്നത്. ആ ടൈമിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു. എനിക്കാണെങ്കിൽ ഒറ്റപ്പെടൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ട് എനിക്ക് സിറ്റുവേഷൻസ് ഒക്കെ വന്നു. അങ്ങനെയുള്ള ടൈമിൽ ഞാൻ കോളേജിൽ വന്ന് ചേർന്ന ടൈമിൽ ലാസ്റ്റ് കോളേജ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അന്ന് വന്ന ദിവസം മിസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുട്ടിക്കും കൂടെ അഡ്മിഷൻ കിട്ടിയെന്ന്. മിസ്സിന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ ആ കുട്ടി ആരാണെന്ന് അറിയില്ല. ആ കുട്ടിയുടെ പേരൊന്ന് കേട്ടു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴും ഞാൻ കുറേ പേരോട് വേണ്ടി നോക്കി. ഞാൻ പണ്ട് പഠിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനശ്വര. അപ്പം അവളുമായിട്ട് എൻ്റെ സിങ്ക് പോലെ ആരെടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ടേ ക്ലാസ്സിലുള്ളൊരു കുട്ടി അവനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ദുഷ്ടനാണ്, ഒരു ദേഷ്യക്കാരനാണെന്നൊക്കെ ഞാൻ ഓർത്തു. അവൻ്റെ അടുത്ത് മിണ്ടാറേ ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവനെ. അവൻ പാർട്ടിയിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു അവനെ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തവണ എനിക്ക് എൻ്റെ വീട്ടിലൊരു പൂവൻകോഴി ഉണ്ടായിരുന്നു. അത് ഒറ്റയ്ക്കായി പോയപ്പോൾ ഭാര്യമാരുണ്ടായിരുന്നു. കുറേ കൊല്ലം കഴിഞ്ഞപ്പം ഭാര്യമാരൊക്കെ മരിച്ചുപോയി. പക്ഷേ അവൻ ഒറ്റയ്ക്കായിരുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എനിക്കൊരു കോഴി പെടക്കോഴി പോകുന്ന പൂച്ചാണ്. പെടക്കോഴി ഒപ്പിച്ചു കൊടുത്ത ആദ്യത്തെ ഒരു പൂവനെ ഞാൻ ഡിസ്ക്ലൈമർ, ഇവൻ കോഴിയല്ല. പക്ഷെ അവര് കോഴീനെ കൊടുക്കും. നന്നായിട്ട് ഇഷ്ടമുണ്ട്. ഞാൻ വേറെ കോഴി കൊടുത്തില്ല. അങ്ങനെയാണ് ഞാൻ അവൻ്റെ അടുത്ത് ആദ്യമായിട്ട് വേണ്ടി കമ്പനി അവിടെ. ഞാൻ ആദ്യം വിചാരിച്ചു അവനെന്നെ കുറെ കളിയാക്കി. എൻ്റെ പൂവിന് പ്രായമായിക്കാവും കോഴി അല്ലെങ്കിൽ എൻ്റെ പെണ്ണൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കിയെങ്കിലും എൻ്റെ പൂവ് ചെറുക്കിന് ഒരു പെണ്ണിനൊപ്പിച്ചത് അവനാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ കമ്പനി ആയത്. പിന്നെ കുറെ വേണ്ടി നല്ലതായിട്ട് കമ്പനിയാണ്. അപ്പോഴും എൻ്റെ പൂവിനെ നന്നായിട്ട് കളിയാക്കുമായിരുന്നു. പടകളവിന് നല്ല കിളന്ത് പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ കുറേ വട്ടം കളിയാക്കി. അങ്ങനെ പിന്നെ വേണ്ടി ഞങ്ങൾ നല്ല കമ്പനിയായ. അതിനുശേഷം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് കളിക്കും. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ നല്ല പേടിയുള്ള ആളായിരുന്നു. എൻ്റെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കളിക്കണം നല്ല ആഗ്രഹമുണ്ടെങ്കിലും പേടിയായിട്ട് ഞാൻ കളിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇവിടുത്തെ ഇന്റർനാഷണൽ കോൺഫറൻസിന് ഡാൻസ് കളിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചു. അങ്ങനെ ഞാൻ കോളേജിൽ വന്ന് ചേർന്ന സമയത്ത് മിസ് പറഞ്ഞ പേര് ഒരാൾക്കും കൂടെ അഡ്മിഷൻ കിട്ടാനുണ്ട്, വിഷ്ണു എന്നാണ് അവൻ്റെ പേര്. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവരാണ്. ക്ലാസ് തുടങ്ങിയപ്പോഴും ഇവൻ കണ്ടപ്പോൾ ഞാനൊരു ദുഷ്ടനാകുമ്പോൾ അങ്ങനെ മിണ്ടാതെ അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി ഒരാഴ്ച എനിക്ക് ഇവരായിട്ട് കമ്പനി ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ പെടക്കോഴിയുടെ വന്നപ്പോഴാണ് ഞങ്ങൾ കൂട്ടായേ. അതിനുശേഷം ഞങ്ങൾ നല്ല കമ്പനിയായി. പിന്നെ ഇപ്പോൾ ഓരോ കാര്യത്തിലും ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എക്സാംസിലാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരുന്ന ടൈമിലൊക്കെ കുറേ മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പം നല്ല ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്കിവിടെ എന്ത് പ്രശ്നം വന്നാലും പറയാമെന്ന് പറ്റിയൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ്. താങ്ക് യു. ചെറിയൊരു പേർഷ്യൻ കാറ്റ് ഉണ്ട് പോലെ സിംഗിൾ ഇല്ല നാടൻ മാത്രമേ ഇല്ല നാടൻ കൊള്ളാണ്. നന്നായിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും നല്ല രസമുള്ള സ്റ്റോറി ആയിരുന്നു അല്ലേ? നമ്മൾ കുറെ കാലം കഴിഞ്ഞാലും മറന്നുപോകില്ല. എടാ ഒരു ഇത് കൊടുക്കും. നീ പെടക്കോഴിനെ ഒപ്പിച്ചു കൊടുത്താണല്ലേ? എനിക്ക് ഭാവിയിൽ തുടങ്ങാം. പുതിയ ഐഡിയകൾ ടു ബി വെരി ഹോണസ്റ്റ്. ആൾക്കാരെല്ലാം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നോക്കുന്നത്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വെറ്റിനറി മാട്രിമോണി നമുക്ക് തുടങ്ങണം. താങ്ക് യു സോ മച്ച്. ഈ സമിതി മൊത്തം ഇവിടെ ഒരുക്കി വെച്ച് തന്നിട്ടുള്ളത് വിഷ്ണുവാണ്. സോ താങ്ക് യു സോ മച്ച്.
ഇടുക. ഇത് മാത്രമല്ല, പടക്കോഴീനെ മാത്രമല്ല, എനിക്ക് പ്രോഗ്രാം ഒപ്പിച്ചിടുക. പക്ഷേ ഷാർജ ഓക്കെ ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. എനിവൺ എൽസ്? ആർക്കെങ്കിലും പറയാനൊന്നുമില്ല? നിന്റെ കഥ ഞാൻ മറക്കൂല. നീ കൊള്ളാം. നല്ല യൂണിയൻ വല്ലതും ഉണ്ടോ? നീ മത്സരിക്കണം. നീ മത്സരിക്കണം. നീ മത്സരിച്ചാൽ നീ ജയിക്കും. നീ ജയിക്കും ഉറപ്പാണ്. നിനക്ക് നന്നായിട്ടൊരു മനുഷ്യനെ കൊണ്ടുപോകാൻ അറിയാം. നിന്റെ കഥ എന്തായാലും എനിക്ക് അറിഞ്ഞുകൊണ്ടത് എന്താവുന്നു. പക്ഷെ ഞാൻ പേഴ്സണലി എന്റെ കാര്യം പറയാം. എനിക്ക് വളരെ കുറച്ച് കാര്യം മതി ചിരിക്കാനൊക്കെ. ഞാനത് ആലോചിച്ച് ചിരിച്ചിട്ടുണ്ട്. അല്ല, എന്തൊക്കെ കാര്യം പറയണം. നമ്മളെ കാണുന്ന വല്ല പിള്ളേർ വല്ല കുട്ടി കൊള്ളാൻ. ഇപ്പൊ ആദ്യമായി ചെന്ന് വിഷ്ണു, എന്റെ വീട്ടിലൊരു കോഴിയുണ്ട്, നിങ്ങൾ കാണും പറയൂ. ഒരു കോഴി കാരണം തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് കേട്ടവരും കുറേ ചിരിച്ചു. എന്നിട്ട് അവരെന്റെ പേരും അഡ്രസ്സൊക്കെ എഴുതിക്കൊണ്ടുപോയി. എന്തിനാണെന്നറിയോ? നേരിട്ട് പൃഥ്വിരാജിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കപ്പ് കെട്ടിയത് വീട്ടിൽ കാണിച്ചപ്പോൾ അമ്മയുടെ റിയാക്ഷനാണ് ഈ കാണുന്നത്. ഇതാണ് കപ്പോട്ട് പറഞ്ഞേ. ഇത് മോക്ക